പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രഹസ്യങ്ങളുമായിരുന്ന ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം എന്റെ 2-ാമത്തെ വാക്യം. എന്നാൽ ദാൻ ഗോത്രത്തിലുള്ള സ്വരാധ്യനായ ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവന് മനോഹ എന്നു പേര്. അവന്റെ ഭാര്യ മച്ചിയായിരിക്കൊണ്ട് പ്രസവിച്ചിരുന്നില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവഴുത്തിനെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം ചിന്തിക്കുന്ന ദൈവവചന ഭാഗത്ത് 3 കഥാപാത്രങ്ങളാണ് വേദപുസ്തകത്തിൽ. ഒന്ന്, ശിംശോന്റെ പിതാവ് മനോഹ. 2, മനോഹയുടെ ഭാര്യ. 3, ശിംശോൻ. ഈ 3 പേരെ വേദപുസ്തകം നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ ശിംശോന്റെ പേരും മനോഹയുടെ പേരും തന്റെ പിതാവിന്റെ പേരുണ്ട്. പക്ഷെ തന്റെ മാതാവിന്റെ പേര് വേദപുസ്തകത്തിൽ പറയുന്നില്ല. വേദപുസ്തകത്തിലുടനീളം കഴിഞ്ഞ ദിവസം ചിന്തിക്കുക, അനവധി പേരുടെ പേരുകൾ വേദപുസ്തകത്തില്ലാത്തതുണ്ട്. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട പലരുടെയും പേരുകൾ എന്തുകൊണ്ട് ദൈവാത്മാവ് ചേർത്തില്ല? ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താത്തവരുടെ പേര് ചേർത്തില്ല എന്നുള്ളത് നമുക്ക് സംശയമൊന്നുമില്ല. അത് അവരെ ദൈവത്തിന് ചേർത്തിന് വേണ്ടാത്തതുകൊണ്ടായിരിക്കും. ദൈവജനത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. എന്നാൽ ചിലരുടെയൊക്കെ പേര് ദൈവം ഉപയോഗിച്ചതാണെങ്കിലും പുസ്തകത്തിനകത്ത് വരുന്നില്ല. ഇവിടെ അല്ലെങ്കിൽ മനോഹയുടെ ഭാര്യയുടെ പേര് ചേർത്തിട്ടില്ല. ആ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയട്ടെ എന്ന് ചിന്തിക്കുകയാണ്. ലേരിയ ഇവിടെ ശിംശോന്റെ ജനനത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 40 സംവത്സരത്തോളം ഫിലിസ്ത്യരുടെ കയ്യിലേൽപ്പിച്ചു. ദൈവത്തിന് എത്രമാത്രം പ്രവൃത്തി കണ്ടാലും, ദൈവിക അനുഗ്രഹങ്ങളെ കണ്ടാലും, ദൈവം കൊടുത്ത വിടുതലുകൾക്ക് അനുഭവിച്ചിട്ടും ഇസ്രായേൽ ജനം അല്ലെങ്കിൽ ദൈവത്തോട് മത്സരിച്ചതുപോലെ ഇന്നും പുതിയ ദൈവം ഇസ്രായേൽ ദൈവജനം ദൈവത്തോട് മത്സരിക്കും. ദൈവം എന്ത് ചെയ്താലും പരാതികളും പരിഭവങ്ങളുമായിരിക്കും. അങ്ങനെയുള്ളവരെയാണ് ആമീൻ സ്തോത്രം ഇസ്രായേലിനെ ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചപോലെ നാം ശത്രുവിന്റെ കരങ്ങളിൽ അകപ്പെട്ടു പോകുന്നത്. പ്രൈസലോ. നാം ദൈവത്തിന് നിൽക്കും വളരെ നിഷ്കളങ്കതയോടും നിർമ്മലതയോടും ഭയഭക്തിയോടും കൂടെ നിന്ന് നമ്മുടെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യണമെന്നാണ് സുവിശേഷങ്ങളിൽ യേശുക്രിസ്തു നമുക്ക് നൽകുന്ന പ്രധാന ദൂത എന്ന് പറയുന്നത്. വ്യക്തം ചെയ്യും. ഒരിക്കലും നാം ദൈവത്തിന് പിറുപിറുക്കാൻ പാടില്ല, ദൈവത്തോട് മത്സരിക്കാൻ പാടില്ല. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിച്ചത്, എന്നാൽ ദാൻ ഗോത്രത്തിലുള്ള സ്വരാധ്യനായ ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവന് മനോഹ എന്ന് പേര്. അവന്റെ ഭാര്യ മച്ചി ആയതുകൊണ്ട് പ്രസവിച്ചിരുന്നുമില്ല. ശിംശോന്റെ ജനനം, ഹല്ലേലൂയ, മറ്റെല്ലാ ന്യായാധിപന്മാരിൽ നിന്നും വ്യത്യസ്തമായ നിലയിലാണ് ശിംശോന്റെ ജീവിതം. ഹല്ലേലൂയ. അവന്റെ ജനനവും മറ്റുള്ളവരെ ദൈവം ആ സ്ഥാനത്തേക്ക് വിളിച്ചാക്കിയത് അവരുടെ പുരുഷപ്രായത്തിലാണ്. വ്യക്തം ചെയ്യും. പക്ഷെ ശിംശോനെ സംബന്ധിച്ചിടത്തോളം അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അവനെ ഇസ്രായേലിന്റെ രക്ഷകനായി തിരഞ്ഞെടുത്തുവെന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന്റെ നാശീരായിരിക്കും. അവൻ ഇസ്രായേലിനെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും. അപ്പം മനോഹയുടെ ഭാര്യയ്ക്കും മക്കളില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഇസ്രായേൽ ദൈവത്തിന് മത്സരിച്ച് 40 വർഷത്തോളം ഫിലിസ്ത്യന്റെ കയ്യിൽ അകപ്പെട്ടപ്പോഴാണ് ദൈവം ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി ദൈവിക പ്ലാൻ. അങ്ങനെയാണ് അതുവരെ മച്ചിയായിരുന്ന മനോഹയുടെ ഭാര്യയുടെ ഉദരത്തിൽ ശിംശോൻ ജനനം കൊള്ളുന്നത് മനോഹയായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇരമ്യ പ്രവാചകന്റെ ഒരു വചനം നമ്മൾ എടുത്താൽ, ഇരമ്യ പ്രവാചകൻ 32:27 വെച്ച്, ഞാൻ സകല ജഡത്തിന് ദൈവമാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ നമ്മൾ വായിക്കുന്നത്. നമ്മുടെ ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒരു കാര്യമില്ല. അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ശ്രോതാവേ, ആമീൻ, തലമുറയില്ലാതെ നീ ഭാരപ്പെട്ട് കണ്ണുനീരോടെ നിന്നയും അപമാനങ്ങളും പരിഹാസങ്ങളും ദുഷികളും ഏറ്റ് കടന്നു പോവുകയാണെങ്കിൽ
ഒരു തലമുറയില്ലാത്തതിന്റെ പേരിൽ നീ ഭവനത്തിനകത്ത് ഒറ്റപ്പെട്ട് കൂട്ടുകുടുംബത്തിനകത്ത് ഒറ്റപ്പെട്ട് പരിഹാസിയാണെങ്കിൽ അത് മുഖാന്തരം കുടുംബജീവിതം ഛിന്ന ഭിന്നമായി അങ്ങനെ കുടുംബജീവിതം ഡിവോഴ്സിലായിരിക്കുന്ന അനവധി കുടുംബങ്ങളുണ്ട്. അവരോടൊക്കെ ഞാൻ പറയട്ടെ, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ വിശ്വസ്തയോട് നിൽക്കുന്നെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. മനോഹയ്ക്കും മനോഹയുടെ ഭാര്യയ്ക്കും ദൈവം ശിംശോനെ കൊടുത്തതുപോലെ നിനക്കൊരു ദൈവവൈതലിനെ ദൈവം തരും. ഒരു ദൈവത്തിൽ എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പം നമുക്ക് കാണാം, അനവധി മാതാപിതാക്കൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചവർ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 3 കുഞ്ഞുങ്ങൾ 4 കുഞ്ഞുങ്ങൾ 5 6 എന്നൊക്കെ കാണാൻ കഴിയും. അപ്പം ദൈവത്തിന് എല്ലാം കഴിയും നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ദൈവം ആരാണ് നമ്മൾ തിരിച്ചറിയുന്നത്? സർവശക്തനാണ്, സർവവ്യാപിയാണ്. അപ്പൊ ഇവിടെ ശിംശോൻ അല്ലിയ സ്തോത്രത്തെ കുറിച്ചാണ് വായിച്ചത്. അപ്പം ബാലനെ ഗർഭം ധരിക്കുന്നത് മുതൽ അവൻ ദൈവത്തിന് വേണ്ടി നാസീരായിരിക്കണമെന്ന് ദൈവം പറയാം. നാസീർ എന്ന വാക്കിന്റെ അർത്ഥം പ്രതിഷ്ഠിക്കപ്പെട്ടവരെന്നാണ്. അപ്പം മനോഹയുടെ ഭാര്യ ഗർഭം ധരിച്ച് കഴിയുന്ന ആ നാള് തൊട്ട് ആ കുഞ്ഞ് ജനിക്കുന്നിടം വരെയും അപ്പനമ്മമാർ മാതൃകയായിരിക്കണം. വീഞ്ഞും മദ്യവും തൊടാൻ പാടില്ല, മുന്തിരി തൊടാൻ പാടില്ല, അത് മുഖാന്തരം ഒന്നും തൊടാൻ പാടില്ല. അപ്പനും അമ്മയും വളരെ വ്രതസ്ഥരായിരിക്കണം. കാരണം മനോഹയുടെ ഭാര്യയുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞ് നാസിരായി വളരണമെങ്കിൽ, വ്രതശുദ്ധിയുള്ളവനായി വളരണമെങ്കിൽ മാതാപിതാക്കൾ വ്രതശുദ്ധിയോടുകൂടി ജീവിക്കണം. വളരെ അല്ലെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്ന ദൈവവചനമാണ്. അപ്പൊ ശിംശോൻ ഒരു ന്യായാധിപനായും ദൈവത്താൽ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടിരുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ശിംശോൻ ഒരു ന്യായാധിപനായി അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവനും നിയമിക്കപ്പെട്ടവനുമാണ്. രക്തം ചെയ്യും. എങ്കിലും അവൻ ഒരിക്കലും ഒരു ന്യായാധിപന്റെ സ്ഥാനത്ത് കാണപ്പെട്ടിട്ടില്ല. രക്തം ചെയ്യും. ഹല്ലേലൂയ. അവൻ ഒരിക്കലും ഒരു സൈനാധിപനായി യാതൊരു യുദ്ധവും ചെയ്തിട്ടുമില്ല. ഈ ശിംശോൻ ന്യായാധിപനായി കണ്ടിട്ടുമില്ല, ഒരു സൈനാധിപനായി യുദ്ധം ഒട്ട് ചെയ്തിട്ടുമില്ല. തന്റെ സ്വന്തം അല്ലെങ്കിൽ മാർഗത്തിൽ അവൻ ശത്രുക്കളെ നിഗ്രഹിക്കുക ചെയ്തത്. അവന് സ്വന്തമായിട്ട് കഴിവും പ്രാപ്തിയും ബുദ്ധിയും ജ്ഞാനവും ഒക്കെ ദൈവം കൊടുത്തു. അതുകൊണ്ട് അവന്റെ സ്വന്തം കഴിവ് കൊണ്ട് അവൻ ശത്രുക്കളെ നിഗ്രഹിച്ചു. എത്ര വലിയ ശത്രുവിനെയും ഒറ്റയ്ക്ക് നേരിടുവാനുള്ള കരുത്ത് ദൈവം അവന് നൽകിയിരുന്നു. അപ്പൊ ഫിലിസ്തർ കൂട്ടമായി വന്നാലും, എത്ര ഭയാനകമായ കൂട്ടമായി വന്നാലും ഒറ്റയ്ക്ക് നേരിടുവാനുള്ള കരുത്താണ് ദൈവം ശിംശോന് കൊടുത്തത്. കാരണം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നാസീരായി ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ, പ്രദസ്തനായിരിക്കുന്നവൻ, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ, അവന്റെ ജനനത്തിലും അവന്റെ ജീവിതത്തിലും ദൈവം അവനെ ആത്മശക്തിയാൽ നിറച്ചിരുന്നു. പ്രൈസലോട് ഹല്ലേലൂയ. അപ്പൊ ശിംശോൻ എന്ന വാക്കിന്റെ അർത്ഥം ചെറിയ സൂര്യൻ എന്നാണ്. ഹല്ലേലൂയ. അവന്റെ മുഖഭാവം കൊണ്ടായിരിക്കണം അവന് ആ പേര് ഹല്ലേലൂയ ലഭ്യമാക്കാൻ കാരണമായത്. അവന്റെ മുഖഭാവം കൊണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ സൂര്യന്റെ മുഖ തേജസ് പോലെ അവന്റെ മുഖഭാവം നിന്നുകൊണ്ട് അവൻ ആ പേര് കിട്ടാൻ കാരണമായി. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങൾ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് നിങ്ങൾ കുടുംബമായി ജീവിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന മക്കൾ നല്ല ശോഭയുള്ളവരായി തീരണമെങ്കിൽ മാതാപിതാക്കൾ ഭൂമിയിൽ ദൈവഹിത പ്രകാരം ജീവിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ജനിക്കുന്നത് നിങ്ങളുടെ രൂപഭാവങ്ങൾ പോലും കാണത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പലപ്പോഴും പല വീട്ടിലും ചെല്ലുമ്പോൾ പല മാതാപിതാക്കൾ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്, തമാശനാണ്, നിന്റെ അപ്പൻ ആരാടാ, നീ ആർക്ക് ജനിച്ചതാ? സ്വന്തം അപ്പനിരുന്ന മക്കളോട് ചോദിക്കുന്നത് ദൈവമക്കളുടെ വീട്ടിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ കുട്ടിയുടെ മനസ്സ് വേദന. കാരണം സ്വന്തം അപ്പൻ ചോദിക്കും, നിന്റെ അപ്പനാണ്, നീ ആർക്ക് ജനിച്ചതാണ്. അങ്ങനെ ലോകപ്രകാരം കൊണ്ട് വിശ്വാസത്തിലും അനേകരുടെ വീട്ടിൽ കേൾക്കാൻ കഴിയും. അതൊന്നും ആവർത്തിക്കാൻ പാടില്ല. സ്വന്തം മക്കൾക്ക് വേദനയുണ്ടാക്കുന്ന, മുറിവുണ്ടാക്കുന്ന വാക്കുകൾ പറഞ്ഞ് നിങ്ങൾ അവരെ ഭയപ്പെടുത്തിയാൽ, വേദനിപ്പിച്ചാൽ, അവരുടെ ഹൃദയത്തിന് നൊമ്പരം കൊടുത്താൽ അവർ വളരെ തോറും നിങ്ങൾക്കെതിരെ അവർ ശത്രുത പുലർത്തിക്കൊണ്ടിരിക്കും. രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന് ശിംശോന്റെ പിതാവിന്റെ പേര് മനോഹ എന്നാണ്. എന്നാൽ എന്തുകൊണ്ടോ അവന്റെ അമ്മയുടെ പേര് വേദപുസ്തകം പറയാതെ മൗനമായിരിക്കുന്നു. എൻ്റെ അമ്മയുടെ പേര് പറഞ്ഞിട്ടില്ല. അല്ലേ? എന്നാലും ആ മാതാവ് വേദപുസ്തകത്തിലുള്ള വളരെ ശ്രേഷ്ഠയായ അമ്മമാരിൽ ഒരുത്തി ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനോഹര ഭാര്യയുടെ പേര് കൊടുത്തിട്ടില്ലെങ്കിൽ, ശിംശോന്റെ അമ്മയുടെ പേര് കൊടുത്തിട്ടില്ലെങ്കിലും ആ സ്ത്രീയെ ദൈവകൽപ്പന പ്രമാണിച്ചവളും ദൈവത്തിന്റെ വാക്ക് കേട്ടവളും
അവരുടെ ഉള്ളിൽ പിറക്കാൻ പോകുന്ന കുട്ടി നാസരവൃതമായിരിക്കുന്നതുകൊണ്ട് ഭൂമിയിൽ വിശുദ്ധമായി ദൈവഹിതമനുസരിച്ച് ജീവിക്കണമെന്നുള്ള ഉദ്ദേശശുദ്ധിയോടെ അവൾ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം ജനിക്കുവാൻ പോകുന്ന തൻ്റെ കുഞ്ഞിന് വേണ്ടി ആ അമ്മ എത്രമാത്രം മുൻകരുതലെടുത്ത് ഹല്ലേലൂയ ജീവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കണം. തൻ്റെ ഉള്ളിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി, തൻ്റെ ഉള്ളിൽ ജന്മം കൊണ്ട കുഞ്ഞിന് വേണ്ടി ആ പ്രിയ മാതാവ് വളരെ മുൻകരുതലെടുത്ത് തൻ്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിൻ്റെ ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് തന്നിൽ യാതൊരുവിധ അശുദ്ധമായതും തൻ്റെ നാവിലൂടെ, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി വളരെ വിശുദ്ധമായി ജീവിച്ചു, പരിശുദ്ധിയായി ജീവിച്ചു എന്ന് നമുക്ക് അവരെ കുറിച്ച് പഠിക്കാൻ കഴിയും. എൻ്റെ ചരിത്രമൊക്കെ പഠിച്ചാൽ അങ്ങനെയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളോട് പറയട്ടെ, നിങ്ങൾക്കൊരു കുട്ടി നിങ്ങളുടെ ഉദരത്തിൽ ജന്മം കൊള്ളുമ്പോൾ ആ കുഞ്ഞിന്റെ ജനനം, ആ കുഞ്ഞിന്റെ മാമലും വരെയും നിങ്ങൾ വളരെ നാസൃകൃതമായി വിശുദ്ധിയോടെ ജീവിക്കണം. കണ്ടതും കേട്ടതും നുണയും പറഞ്ഞ് അയൽവീടുകൾ തോറും കയറി ഇറങ്ങി മെനക്കെട്ട് നടന്ന മറ്റുള്ളവർ കുറ്റവും പറഞ്ഞ് അപവാദവും പറഞ്ഞ് മറ്റുള്ളവരെ ക്രൂശിച്ചും മറ്റുള്ളവർക്ക് ഉപദ്രവം വരുത്തിയും വീട്ടിനകത്ത് പ്രശ്നം ഉണ്ടാക്കിയും കലഹമുണ്ടാക്കിയും വെല്ലുവിളിച്ചുമാണോ നീ ജീവിക്കുന്നത്? അങ്ങനെയുള്ള അനുഭവത്തിനാണോ നിന്റെ കുട്ടി നിന്റെ ഉദരത്തിൽ വളരുന്നെങ്കിൽ ആ കുട്ടി ജനിക്കുമ്പോൾ നിന്നെ പോലെ തന്നെയാകും. അല്ലേ? അതിനൊരു തർക്കമില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. തന്റെ കുഞ്ഞിന്റെ അനുഗ്രഹത്തിന് വേണ്ടി എത്രമാത്രം ഹല്ലേലൂയ അവൾ കഷ്ടപ്പെട്ടു. അവൾ മക്കളില്ലാത്ത മച്ചിയായിരുന്നു. മക്കളില്ലാതിരുന്ന മച്ചിയായ മനോഹയുടെ ഭാര്യയ്ക്ക് ഒരു കുട്ടിയെ ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേനും അവളുടെ ജീവിതത്തിൽ അടിമുടി മാറ്റം വന്നു. അവൾ ദൈവത്തിന് സാഷ്ടാംഗം വീണു, ദൈവത്തിന് വീണ്ടുകെട്ടെന്ന് നമസ്കരിച്ച്, കർത്താവേ, അങ്ങന്റെ ഉദരത്തിൽ ജനിപ്പിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ അമ്മയായി എനിക്ക് അവനെ പാലൂട്ടി വളർത്തുവാനുള്ള കൃപ എന്റെ മേൽ പകരുന്നതിന് ഞാൻ അങ്ങേക്ക് സ്തോത്രം പറയും, നന്ദി പറയുന്നു. അങ്ങയുടെ കൽപ്പന അനുസരിച്ച് അവനെ പോറ്റി പുലർത്തി വളർത്തിയെടുത്തുള്ള സമർപ്പണം മാതാവിനുണ്ടായിരുന്നു. രക്തം ചെയ്യും. ഈ കാലഘട്ടത്തിലെ തള്ളമാർക്കില്ലാത്ത സ്വഭാവമാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ യുവതിയുവാക്കന്മാർക്കില്ലാത്ത സ്വഭാവം. ഇപ്പോഴത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ യുവതി കല്യാണം കഴിഞ്ഞ് എടാ, വാടാ, പോടാ, പട്ടി, നായെ, ആമയെ, തെണ്ടി എന്നൊക്കെയാണ് വിളിക്കുന്നത്. എത്രയോ പേരെ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ഭർത്താവിന് വേണ്ടുന്ന ബഹുമാനം കൊടുക്കത്തില്ല. അബ്രഹാമിന്റെ ഭാര്യ സാറയെ അബ്രഹാമിനെ യജമാനനെ എന്നാണ് വിളിച്ചത്. ലേരിയ. എന്നാൽ ഈ കാലഘട്ടത്തിലെ ഭാര്യമാർ ഭർത്താവിനെ വിളിക്കുന്ന എടാ, പോടാ, പട്ടി എന്നൊക്കെയാ, നായെ, ഇങ്ങോട്ട് പാടാന്നൊക്കെയാ. അപ്പൊ നിങ്ങൾ അങ്ങനെയുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. എന്നോട് ചോദിച്ചാൽ മതി, രഹസ്യമായിട്ട് പറഞ്ഞില്ല ആരൊക്കെയാണ് അല്ലെ അങ്ങനെ വിളിക്കുന്നവരെ പേര് സഹിതം തെളിവടക്കം പറയാം. പ്രൈസറും. അപ്പൊ ഇവിടെ ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം ഹല്ലേലൂയ, ആമീൻ, സ്തോത്രം. ഇതിന്റെ ഫലമായി എത്രമാത്രം അപമാനങ്ങളും നിന്ദകളും സഹിക്കേണ്ടി വന്നു. മക്കളില്ലാത്തതിന്റെ പേരിൽ എത്രമാത്രം നിന്ദകളും അപമാനങ്ങളും സഹിക്കേണ്ടി വന്നവളായിരുന്നു മനോഹയുടെ ഭാര്യ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപമാനങ്ങളെയും നിന്ദകളെയും സഹിക്കേണ്ടി വന്നു. മക്കളില്ലാതെ സാറയ്ക്കും ദൈവം ചെയ്തു ഇസഹാക്കിനെ കൊടുത്തു. മനോഹയുടെ ഭാര്യയ്ക്ക് മക്കളില്ലാതിരുന്ന പോലെ വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിന്റെ ഭാര്യയായിരുന്ന സാറായിക്കും മക്കളില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? മച്ചിയായിരുന്ന സാറയ്ക്ക് 90-ാമത്തെ വയസ്സിൽ, അബ്രഹാമിന്റെ 100-ാമത്തെ വയസ്സിൽ, സാറയുടെ 90-ാമത്തെ വയസ്സിൽ ദൈവം ഒരു വാഗ്ദത്ത സന്തതിയെ കൊടുത്ത് അവൻ ഇസഹാക്ക് എന്ന് പേരിട്ടു. ഹല്ലേലൂയ, സ്തോത്രം. മച്ചിയായിരുന്ന റിബേക്കയ്ക്കും ഇരട്ടക്കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തു. റിബേക്കയ്ക്ക് ഇരട്ടക്കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തു. എങ്ങനെ കൊടുത്തു? ഏശാവിനെയും യാക്കോബിനെയും റിബേക്കയുടെ ഉദരത്തിൽ ദൈവം ഹല്ലേലൂയ നൽകി എന്നുള്ളതാണ്. ഹല്ലേലൂയ, സ്തോത്രം. മാത്രമല്ല, സ്തോത്രം, ഹല്ലേലൂയ, റാഹേലിനെ, റാഹേലിന് മച്ചിയായിരുന്നിട്ടും ദൈവം ചെയ്തു യോസേപ്പിനെ ബെന്യാമീനെയും കൊടുത്തു. റാഹേലിന് ആരെ കൊടുത്തു? യോസേപ്പിനെ ബെന്യാമീനെയും കൊടുത്തു. മച്ചിയായിരുന്ന ഹന്നയ്ക്ക് ആശീർവാദത്തോടുകൂടി ശമൂവേലിനെ ദൈവം കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുപോലെ മനോഹയുടെ ഭാര്യയായിരുന്ന ഇവൾക്കും ദൈവം ശിംശോനെ കൊടുത്തു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മച്ചിയും വാർദ്ധക്യത്തിനുമായിരുന്ന സക്രിയാവിനും എലിസബേത്തിനും ദൈവം മകനെ കൊടുത്തു, യോഹന്നാൻ സ്നാപകനെ. അതെ, ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കി
മനോഹയ്ക്കും തന്റെ ഭാര്യയ്ക്കും ഒരു മകനെ കൊടുത്ത് അവളുടെ ജീവിതത്തിലെ നിന്ദകൾ മാറ്റിക്കളഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ് നിന്റെ ജീവിതത്തിന്റെ നിന്ന മാറ്റിക്കളയുവാൻ, നീ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ പരിഹാസങ്ങൾ നടുവിൽ നിന്നെ കൈപിടിച്ചുയർത്തുവാൻ മനോഹയെ മാനിച്ചൊരു ദൈവമുണ്ട്. അബ്രഹാമിന്റെ ഭാര്യ സാറയെ മാനിച്ചൊരു ദൈവമുണ്ട്. റാഹേലിനെ മാനിച്ചൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹന്നെ മാനിച്ച ദൈവം എലിസബത്തിനെയും സക്കറിയാവിനെയും മാനിച്ചൊരു ദൈവമുണ്ടെന്ന് നീ വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വത്തെ ദൈവം മാറ്റിയിട്ട് നിന്റെ ഉദരത്തിൽ നിനക്ക് സന്തതിയെ തരാൻ ദൈവം വിശ്വസ്തനാണ്. രക്തം ചെയ്യും വിശ്വസിക്കുന്ന സ്തോത്രം പറയണം. ഇന്ന് മക്കളില്ലാത്തതിന് പേരിൽ മനുഷ്യൻ ലോകം മുഴുവൻ പലവിധമായി തന്ത്രങ്ങളും മന്ത്രങ്ങളും ചെയ്ത് പല ഡോക്ടർമാരെ കണ്ട് പല വഴിയിലൂടെ യാത്ര ചെയ്ത് പലതും പരാജയപ്പെടുന്നു. ചിലരൊക്കെ വിജയിച്ചു എന്ന് പറഞ്ഞാലും പലതും പരാജയപ്പെടുന്നു. എന്താണെങ്കിൽ സന്തതിയെ മക്കളെ നമുക്ക് നൽകണമെങ്കിൽ ദൈവം അനുവദിക്കണം. ദൈവം അനുവദിക്കാത്തടത്തോളം കാലം ഒരു വ്യക്തിയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കത്തില്ല. ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് ജീവിത വിശുദ്ധിയോടെ ദൈവത്തിന് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കണ്ണുനീര് കാണുന്ന, അവരുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അവർ ഭൂമിയിൽ അനുഭവിക്കുന്ന നിന്ദകൾക്കും അപമാനങ്ങൾക്കും പരിഹാസങ്ങൾക്കും വിധേയപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ മാനിക്കുന്ന ദൈവം. അങ്ങനെയാണ് മനോഹയുടെ ഭാര്യയെ ദൈവം മാനിച്ച് അവൾക്ക് ശിംശോൻ എന്ന് പറയുന്ന ന്യായാധിപനെ കൊടുത്തത്. അല്ലേ? അപ്പം ദൈവം കൊടുക്കുമ്പോൾ ഈ ശ്രേഷ്ഠ പദവിയോട് കൂടിയാണ് മക്കളെ തരുന്നത്. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെയാകട്ടോ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ തന്നെ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന നാള് കൂട്ടണ കുഞ്ഞ് ജനിച്ചവനെ വളർത്തിയെടുക്കുന്ന ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടി നിൽക്കുന്നവരുടെ കുഞ്ഞുങ്ങൾ ഭൂമി ശ്രേഷ്ഠരായിരിക്കും. രക്തം ചെയ്യും. പ്രൈസലോ, ഹല്ലേലൂയ. അങ്ങനെ വേദപുസ്തകത്തിൽ അബ്രഹാമിന്റെ സന്തതി ഇസഹാക്കാരായി മാറി. യാക്കോബിന്റെ ഹല്ലേലൂയ സ്തോത്രം മക്കളാരായി മാറി. ഹല്ലേലൂയ. യോസേഫിന്റെ സ്ഥിതി എന്തായി മാറി. ഹന്നയുടെ മക്കൾ ശമൂവേലിന്റെ അനുഭവം എന്തായിരുന്നു. യോഹന്നാൻ സ്നാപകൻ എലിസബത്തിനും സക്കറിയാവിനും കിട്ടിക്കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിന്റെ വഴിയൊരുക്കുന്നവനായി അവനെ ദൈവം നിയോഗിച്ചില്ലേ. അതെ, മനോഹയുടെ മകനോഹയും ഭാര്യയ്ക്കും ദൈവം ന്യായാധിപനെ കൊടുത്തതുപോലെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവ് ഈ വചനം നിങ്ങൾ ശാന്തമായി ഏറ്റെടുത്തിട്ട് ഈ വചനം വാഗ്ദത്തങ്ങൾ പറഞ്ഞ് നീ പ്രാർത്ഥിക്കും. ദൈവം നിനക്ക് വേണ്ടി ചില പുതുവഴികളെ തുറക്കും. ഹല്ലേലൂയ. അബ്രഹാമിന് 100 വയസ്സായിട്ട് ദുർജീവിതത്തിലേക്ക് എത്തിയിട്ടും കുട്ടികൾ ജനിക്കുവാനുള്ള എല്ലാ സമയങ്ങളും കഴിഞ്ഞിട്ടും, സാറയ്ക്ക് കുട്ടികൾ ജനിക്കുവാനുള്ള എല്ലാ സമയങ്ങളും കഴിഞ്ഞിട്ടും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് നീതിയായി കണക്കിട്ടത് കൊണ്ട് അബ്രഹാമിന്റെ 100ാമത്തെ വയസ്സിൽ വാഗ്ദത്ത സന്തതിയായി ഇസഹാക്കിനെ കൊടുക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിനക്ക് വേണ്ടി ദൈവം ചില അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. നിനക്ക് അസാധ്യമെന്ന് തോന്നിയ സ്ഥാനത്ത് നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ സർവശക്തൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ അസാധ്യങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറക്കുവാൻ, ഹല്ലേലൂയ, തടസ്സപ്പെട്ട് കിടക്കുന്ന വഴികളെ തുറക്കുവാൻ, ജീവിതത്തിൽ പുതിയ വഴിത്തിരിവ് തരുവാൻ, നിന്റെ നിന്ദകൾ, അപമാനങ്ങൾ, പരിഹാസങ്ങൾ നീക്കി ദേശത്ത് നിന്നെ മാനിച്ചുയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് ചില മാതാപിതാക്കളുടെ, ചില യൗവനക്കാരിയുള്ള കുട്ടികളില്ലാതെ ജീവിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ദൂത് പറയുന്നത്. ദൈവത്തിന് ഇതിനെക്കുറിച്ച് ചില പദ്ധതിയുണ്ട്. രക്തം ചെയ്യും. ഇവിടെ നമുക്കറിയാം സ്തോത്രം, ദൈവം അനുവദിച്ച് ദൈവഹിതപ്രകാരം മക്കളെ കിട്ടിയ അനവധി ആളുകൾ വേദപുസ്തകത്തിലുണ്ട്. അപ്പൊ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഭർത്താവിനോട് ചേർന്നിരുന്നു കൊണ്ട്, ഭർത്താവിനോട് ഭാര്യ ചേർന്നിരുന്നുകൊണ്ട്, ഭാര്യയോട് ഭർത്താവ് ചേർന്നിരുന്നു കൊണ്ട് കർത്താവിനോട് ചോദിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. എങ്ങനെയാണ് ഭാര്യ ഭർത്താവിനോട് ചേർന്നത്? ഭർത്താവ് ഭാര്യയോട് ചേർന്നിരുന്ന് പ്രാർത്ഥനയോടെ കർത്താവിനോട് മക്കളെ ചോദിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരുടെ ഐക്യമത്യപ്പെട്ടുള്ള പ്രാർത്ഥനയുടെ നടുവിൽ ദൈവം നിങ്ങൾക്ക് തലമുറയെ തരുമെന്ന്. ഹല്ലേലൂയ. അവൻ നിങ്ങളുടെ കുറവുകൾ നികത്തുന്ന ദൈവമാ. ദൈവവേലയിൽ നിങ്ങൾ എരിവുള്ളവരായി ആത്മീയ മക്കളെ, ഹല്ലേലൂയ, നിങ്ങൾ ചോദിക്കുമ്പോൾ സ്തോത്രം, ദൈവം നിനക്ക് വേണ്ടി ആത്മീയ വേലയിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരായി തീരത്തക്ക നിലയിൽ ശമൂവേലിനെ പോലെ
ആമീൻ. നിനക്ക് ദൈവം സന്തതിയെ തരും. ശമൂവേൽ എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം താൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന പ്രവാചകനും പുരോഹിത ന്യായാധിപനുമായി ദൈവം ശമൂവേലിനെ ഉയർത്തി. പിന്നത്തേത് ശമൂവേൽ എന്ന് പറയുന്ന വ്യക്തി ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവിന്റെ ശൗലിനെയും പിന്നീട് ശൗലിന്റെ തളപ്പിഴകൾ മുഖാന്തരം ദാവീദിനെയും അഭിഷേക ജീവൻ ശമൂവേലിനെ ഉപയോഗിച്ചെങ്കിൽ നിനക്ക് തരുന്ന തലമുറയെ ദൈവം ശക്തമായിട്ട് ദൈവം ഉപയോഗിക്കും. പക്ഷേ നീ ദൈവത്തിന് വിശുദ്ധിയോട് നിൽക്കണം. മക്കൾക്ക് മാതൃകയായിരിക്കണം. കർത്താവിനോട് ചോദിക്കണം. ആത്മീയ സന്തതിക്ക് വേണ്ടി ചോദിക്കണം. അല്ലേ? കർത്താവിന്റെ വേലയിൽ നീ മടിയനായി മാറാതെ, മടിയുള്ളവരായി മാറാതെ, കർത്താവിന്റെ വേലി ശ്രേഷ്ഠമായി നിന്നുകൊണ്ട് കർത്താവിന്റെ അങ്ങയുടെ മഹത്വമേറെ വേല ചെയ്യുവാൻ വേണ്ടി എനിക്ക് ആത്മീയമായ സന്തതിയെ എനിക്ക് നൽകണമെന്ന് നീ കർത്താവിനോട് ചോദിക്കുമ്പോൾ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. അതുകൊണ്ട് വേദവും യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കപ്പെടും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്ന, അന്വേഷിക്കുന്ന കണ്ടെത്തും, മുട്ടുന്നവന് തുറക്കപ്പെടുന്ന യേശുവൊക്കെ പറഞ്ഞത് മത്തായി 7:7. ഈ വചനമൊക്കെ വളരെ യാഥാർത്ഥ്യമാട്ടോ. ഇവിടെ തലമുറയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നിന്റെ ജീവിതത്തിലെ നഷ്ടങ്ങൾ, നിന്റെ ജീവിതത്തിലെ ഭാരങ്ങൾ, നീ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ ഏതുമായിരുന്നാലും അതിനെല്ലാം ദൈവം മറുപടി തരും. ആമേൻ. നമ്മുടെ ദൈവം അല്ലെങ്കിൽ സർവശക്തനാ, സർവജ്ഞാനിയ, സർവ്വയാമിയ. അവന് കഴിയാത്തതൊന്നുമില്ല. യേശുക്രിസ്തുവിന് കഴിയാത്തതായി ഈ ഭൂമിയിൽ ഒന്നുമില്ല. നിന്റെ ജീവിതത്തിന്റെ തകർച്ചകളെ മാറ്റി എഴുതുവാൻ, നിന്റെ ജീവിതത്തിലെ കഷ്ടങ്ങളെ മാറ്റി എഴുതുവാൻ, നിന്റെ ജീവിതത്തിന്റെ ഉഴച്ചുകളെ മാറ്റി എഴുതുവാൻ, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ, നിന്റെ സങ്കടങ്ങളെ മാറ്റുവാൻ, നിന്റെ വായിൽ ചിരി തന്ന് നിന്നെ സന്തോഷത്തോട് നിർത്തുവാൻ, എവിടെ നീ തല ഉനിക്കേണ്ടി വന്നോ അവിടെ നിന്റെ തല ഉയർത്തുവാൻ യേശുക്രിസ്തുവിന് കഴിയും. അതെ, ഇന്ന് പകൽ പരാജയത്തിന്റെ നടുവിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ, കണ്ണുനീരിന്റെ നടുവിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ അത് നിന്റെ കുടുംബത്തെ ദൈവം മാനിച്ചുയർത്തുവാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേര് ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്. അല്ലേരിയ. ദൈവം ചില അത്ഭുതങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, അവൻ എന്നോട് അരുളി ചെയ്തു, അവൻ തന്നെ നിവർത്തിച്ചു ഇരിക്കുന്നുവെന്ന് നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കാൻ കഴിയും. അല്ലേരിയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സ്തോത്രം. അല്ലേരിയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം അല്ലേരിയ വായിക്കുമ്പോൾ അതിന്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. അല്ലേലൂയ. അതെ, ഹിസ്കിയാവിന്റെ പ്രാർത്ഥന കേട്ട് തന്റെ രോഗത്തിന് ആശ്വാസം കൊടുത്ത് തന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടിക്കൊടുക്കുവാൻ യഹോവയായ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവർ സ്നേഹിത, മാരകമായ രോഗത്താൽ നീ കടന്നു പോകുന്ന വ്യക്തിയാണോ? ശാരീരികമായ ക്ഷീണാവസ്ഥയിൽ കടന്നു പോകുന്ന വ്യക്തിയാണോ? മരണം നിന്റെ കാതുകളിൽ മരണമണി മുഴങ്ങുന്നുണ്ടോ? നീ മരിച്ചു പോകുന്നുള്ള ചിന്തയോടുകൂടിയാണോ നീ ഇരിക്കുന്നതെങ്കിൽ ഇന്ന് പകൽ ഹിസ്കിയാവിനെ പോലെ നീ ദൈവസന്നിധി ചേർന്നിരുന്ന് ഹിസ്കിയാവ് ചുവരോട് ചേർത്ത് മുഖം വെച്ച് പ്രാർത്ഥിച്ച്, മുഖത്തോടും ചുമരോട് മുഖം ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് അവന്റെ പ്രാർത്ഥന ദൈവം കണ്ട്, അവന്റെ കണ്ണുനീര് കണ്ട് ഹിസ്കിയാവിന് ദൈവം ആയുസ്സിന് 15 സംവത്സരം കൂട്ടിക്കൊടുത്തതുപോലെ നിന്റെ രോഗത്തെ മാറ്റുവാൻ, രക്തക്ഷയം, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നാളുകളായി നീ കിടക്കയിലാണോ? നാളുകളായി എഴുന്നേറ്റിരിപ്പം കഴിയാതെ, നരിയാണ് ഉറപ്പിച്ച് നിൽപ്പം കഴിയാതെ, മറ്റൊരാളുടെ സഹായമില്ലാതെ നടക്കുവാൻ കഴിയുന്ന അവസ്ഥയാണോ നീ? ഇന്ന് പകൽ രോഗശാന്തി ദൈവത്തിന്റെ കരങ്ങളിലുണ്ട്. രോഗശാന്തി നിന്റെ അവകാശമാണ്. നീ ദൈവത്തിന് വിശുദ്ധിയോടുകൂടി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ദൈവത്തോട് ചോദിക്കുമ്പോൾ, യാചിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി അത് ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങളുടെ എല്ലാ കുറവുകളെയും ക്രിസ്തു തന്റെ മഹിമയുടെ ഐശ്വര്യത്താൽ നിറവേറ്റി തരും. ഹല്ലേലൂയ. നിങ്ങളുടെ എല്ലാ കുറവുകളും ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന മാതാപിതാക്കളുടെ സഹോദരങ്ങൾ പറയട്ടെ, നിന്റെ സകല കുറവുകളെ തീർക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. യുവാക്കന്മാരോട് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ കുറവുകളെ തീർക്കാൻ കഴിയത്തില്ല. ഭാര്യയുടെ പറയട്ടെ, നിന്റെ ഭർത്താവിന് നിന്റെ കുറവുകൾ മുഴുവൻ തീർക്കുവാൻ, ഭർത്താവിനോട് പറയട്ടെ നിന്റെ ഭാര്യയ്ക്ക് നിന്റെ കുറവുകൾ മുഴുവൻ തീർക്കുവാൻ, മാതാപിതാക്കൾക്ക് മക്കൾക്ക് മാതാപിതാക്കളുടെ കുറവുകൾ മുഴുവൻ തീർക്കാൻ കഴിയത്തില്ല. മനുഷ്യൻ എല്ലാ വിധത്തിലും ഏതെങ്കിലും വിധത്തിൽ എവിടെയെങ്കിലും പരാജിതനായിരിക്കും. മനുഷ്യൻ എല്ലാത്തിനും പൂർണ്ണനല്ല. മനുഷ്യൻ എല്ലാത്തിനും വിജയ ശ്രീലാളിതനല്ല. എവിടെയെങ്കിലുമൊക്കെ മനുഷ്യ ജീവിതത്തിൽ പരാജയങ്ങളുടെ കുറവുകളുണ്ട്. ഏതെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യ കുറവുകളുള്ളവനാണ് മനുഷ്യൻ.
ചില പറയും എനിക്കൊന്നിനും കുറവില്ലെന്നൊക്കെ പറയാം. അതൊക്കെ വെറുതെ പറയുന്നത്. മനുഷ്യനാണോ? എല്ലാത്തിനും കുറവുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം എന്തിനെങ്കിലുമൊക്കെ നമുക്ക് കുറവുണ്ടായിരിക്കും. നമ്മുടെ കുറവുകളെ പൂർണ്ണമായി പരിഹരിക്കുക കഴിയുന്നവൻ ഒരുവനുണ്ടെങ്കിൽ യേശുക്രിസ്തു മാത്രമാണ്. ലോകത്തിലുള്ള നാനാ ജാതി വിഭാഗത്തിനും മതഭേദമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ, മുഖം നോക്കാതെ, മുഖപക്ഷമില്ലാതെ എല്ലാവരെയും സഹായിക്കുന്ന, എല്ലാവരുടെയും കുറവുകൾ തീർത്ത് അവനെ ശ്രേഷ്ഠമായി പദവിയിലേക്ക് എത്തിക്കുന്നവൻ, ഈ കാണുന്ന ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന, അണ്ടകടാകത്തെ അഖിലാണ്ടത്തിന്റെ ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന 7 വൻകരയുടെ ഉടമസ്ഥനായിരിക്കുന്ന കർത്താവ് യേശുക്രിസ്തുവിന് മാത്രമേ നിന്റെ കുറവുകളെ പരിഹരിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഈ ലോകത്തിൽ ഒരു മധ്യസ്ഥന്മാർക്ക്, ഒരു മത നേതാവിനോ, ഒരു രാഷ്ട്രീയക്കാരനോ, നിന്റെ പണത്തിനോ, പാരമ്പര്യത്തിനോ, നിന്റെ കഴിവുകൊണ്ടോ, വിദ്യാഭ്യാസം കൊണ്ടോ, നിന്റെ മഹത്വം കൊണ്ടോ ഒന്നും നിന്റെ കുറവ് പരിഹരിക്കത്തില്ല. നിന്റെ കുറവ് പരിഹരിക്കുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. നീ ഏത് കഷ്ടതയാണ് അനുഭവിക്കുന്നത്? മനോഹയെ പോലെ, മനോഹയുടെ ഭാര്യയെപ്പോലെ മക്കളില്ലാത്ത അനുഭവമാണോ? സാറയെപ്പോലെ മക്കളില്ലാത്ത, റിബേക്കയെ പോലെ, റാഹേലിനെ പോലെ മക്കളില്ലാത്ത, ഹന്നയെപ്പോലെ മക്കളില്ലാത്ത, എലിശബെത്തെ മക്കളില്ലാത്ത അനുഭവമാണോ? ജീവിതത്തിൽ സാമ്പത്തിക കഷ്ടമാണോ? ഹിസ്കിയാവിനെ പോലെ രോഗശൈലിയിലാണോ? കടക്കടിയിലാണോ? ബാധ്യതകൾ കൊണ്ട് നിനക്ക് തല ഉയർത്തുവാൻ കഴിയാതെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ നീ കഷ്ടം സഹിക്കുന്ന വ്യക്തിയാണോ? കടക്കാര് നിന്റെ മുറ്റത്ത് വന്ന് അപവാദം വിളിച്ചു പറഞ്ഞ്, അസഭ്യം വിളിച്ചു പറഞ്ഞ് നിനക്ക് തല ഉയർത്താൻ കഴിയാതെ നീ ഭാരപ്പെടുന്ന അനുഭവമാണോ? രക്തം ചെയ്യും. അതിനൊരു മറുപടി ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. അതിന് പരിഹാരം ദൈവം നിന്റെ ആ കുറവുകളെ ദൈവം നികത്തി നിന്നെ ശ്രേഷ്ഠ പദവിയിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ചിലരോടൊക്കെ ശക്തമായിട്ട് ഇടപെടുന്ന ദൂതം രക്തം ചെയ്യും. അപ്പൊ നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഞാനിത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ജീവിതത്തിൽ ഒരുപാട് കുറവുകളുള്ള വ്യക്തിയാണ് ഞാൻ. എൻ്റെ നിങ്ങളെക്കാളിലൊക്കെ ഒരുപാട് കുറവുകളുള്ള വ്യക്തിയാണ്. ഒരുപാട് ബലഹീനനായ മനുഷ്യനാണ് ഞാൻ. എൻ്റെ എടുത്ത് പറയത്തക്ക സവിശേഷതകളും പുകഴുവാനോ പ്രശംസിക്കുവാനോ ഒന്നും എൻ്റെ ജീവിതത്തിലൊന്നുമില്ല. എല്ലാം കൊണ്ടും ഒരുപാട് കുറവുകളുള്ളവനാണ് ഞാൻ. എന്നാൽ എൻ്റെ കുറവുകൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ കുറവുകളെ പരിഹരിച്ച് എൻ്റെ കുറവുകളുടെ സ്ഥാനത്ത് എന്നെ ശക്തനാക്കുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് ഫിലിപ്പിയ കാരാഗ്രഹത്തിനകത്ത് പൗലോസ് കിടക്കുമ്പോഴും പൗലോസ് ഇത്രമാത്രം ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്, ഞാൻ കാരാഗ്രഹത്തിനാണെങ്കിലും ചങ്ങലേറ്റ കൈകാലുകളുണ്ടെങ്കിലും എനിക്ക് സ്വാതന്ത്ര്യമില്ലാത്ത വ്യക്തിയാണെങ്കിലും എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിനും മതിയാകുന്നു എന്ന് പൗലോസ് വിളിച്ചു പറയാൻ കാരണം എന്താണ്? തൻ്റെ കുറവുകളെ പരിഹരിക്കുവാൻ ലോകത്തിനാർക്കും കഴിയില്ലെന്ന് പൗലോസിന് വ്യക്തമായി രക്തം ചെയ്യും. അതെ, നമ്മുടെ കുറവുകളെ പരിഹരിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അതെ, എൻ്റെ ജീവിതത്തിന്റെ കുറവുകൾ ഓരോന്നും ഞാൻ മനസ്സിലാക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറയും, കർത്താവേ, എൻ്റെ കുറവുകളെ, എൻ്റെ ബലഹീനതകളെ നീക്കുവാൻ, എന്നെ ഈ കഷ്ടത്തിൽ വിടിവിക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് പലപ്പോഴും ഞാൻ മുഴങ്കാലുമേൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിനെല്ലാം ദൈവം മറുപടി തന്നിട്ടുണ്ട്. രക്തം ചെയ്യും. എല്ലാത്തിനും ദൈവം മറുപടി തരുന്നേ. നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുക പറഞ്ഞാൽ അപ്പനും മോനുമുള്ള ബന്ധമില്ലേ? ഭൂമിയിലെ അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് നമ്മുടെ പിതാവുമായ ദൈവവും അവന്റെ മക്കളായി നമ്മളുമായുള്ള ബന്ധം. ഹല്ലേലൂയ. അതെ, നമ്മൾ ബന്ധം മുറിക്കരുത്. നമ്മുടെ ദൈവമുള്ള ബന്ധം മുറിക്കാതെ പറ്റിയിരിക്കണം. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ എന്നെ വിടിക്കുന്ന നാമത്തെ അറിയാൻ ഞാൻ ഉയർത്തുവന്ന് 91 സംഗീതത്തൊക്കെ വായിക്കുന്ന പോലെ അവിടെ ദൈവത്തോട് പറ്റിയിരിക്കണം. ഹല്ലേലൂയ. ശിംശോന്റെ പിതാവായിരുന്ന മനോഹയും അവന്റെ അമ്മയും ഹല്ലേലൂയ ദൈവം വാക്ക് കേട്ട്, ദൈവ കൽപ്പന കേട്ട്, ദൈവ നിയോഗം പ്രാപിച്ച് യഹോവയായി ദൈവത്തോട് പറ്റിയിരുന്ന് ദൈവം വാഗ്ദത്തം ചെയ്ത സന്തതിയെ ശിംശോനെ ന്യായാധിപനായി മനോഹയ്ക്ക് തന്റെ ഭാര്യയ്ക്കും കൊടുക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ രക്തം ചെയ്യും. ശൂന്യതയുടെ നടുവിൽ നിന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അത് നിന്റെ ജീവിതത്തിന്റെ ശൂന്യതയിൽ നിന്നും ദൈവം നിന്നെ ഉയർത്താൻ പോവുകയാണ്. നിന്റെ ജീവിതം 0 ആണ്, വട്ടപൂജ്യമാണോ, അതിന്റെ നടുവിൽ ദൈവം ആ വട്ടപൂജ്യത്തിന് വിലയിട്ട് തരാൻ പോവുകയാണ്. വാഴും ശൂന്യമായി കിടന്ന ഭൂമിയെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. ഭൂമിക്ക് വീണ്ടുമെല്ലാം 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചൊരു തമ്പുരാൻ നമുക്കുണ്ടല്ലേ. ആ ദൈവം പകൽ നിന്നോട് ദൂത് പറയുന്നത്, നിന്റെ ശൂന്യതയിൽ നിന്റെ ശൂന്യമായ അനുഭവത്തിന്റെ പൂരിതമായി കിടക്കുന്ന അവസ്ഥയില് ദൈവം ചില വെളിച്ചം വിശക്കുകയാണ്. രക്തം ചെയ്യും. വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞു വന്നേ. ദൈവം അത്ഭുതം ചെയ്യും.
ശാന്തമായ രീതിയിൽ ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്നെങ്കിൽ ദൈവം നിനക്ക് അത്ഭുതം ചെയ്യും. അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന സഹോദരിമാരുടെ പറയട്ടെ, നിന്റെ ഭർത്താവിന്റെ അനാശാസ്യമായ ജീവിതം, നിന്റെ ഭർത്താവിന്റെ ദൈവികമല്ലാത്ത വഴിവിട്ട ജീവിതം, അല്ലേലൂയ, മദ്യപാനം, ലഹരി അടക്കമുള്ള ദുർജീവിതങ്ങൾ, നിന്റെ ഭാര്യയുടെ വഴിവിട്ട ജീവിതം, നിന്നെ അനുസരിക്കാത്ത നിന്റെ മക്കളുടെ വഴിവിട്ട ജീവിതം, വിവിധ തലങ്ങളിൽ സാത്താനി ബന്ധനത്താൽ നിന്റെ കുടുംബം ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണോ? തലമുറകൾ നിന്നെ അനുസരിക്കാത്ത ഭാര്യ ഭർത്താക്കാർ ബഹുമാനിക്കാൻ കഴിയാതെ തമ്മിൽ കലഹിച്ചു നിൽക്കുന്ന അനുഭവമാണോ? അതിന്റെ നടുവിൽ യേശുവിന്റെ പറ, കർത്താവേ, എന്റെ കുടുംബം ചിന്ന ഭിന്നമായി മാറാതെ, എന്റെ മക്കൾ ചിന്ന ഭിന്നമായി മാറാതെ ഞങ്ങളുടെ കുടുംബത്തിന് ആത്മീയ കുടുംബമായി പണിതെടുപ്പാൻ അവിടുത്തെ കൃപ നൽകണമേ എന്ന് നീ പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതം ദൈവം ചെയ്യും. പ്രൈസറോ, ഹല്ലേലൂയ. കേൾക്കുന്ന പ്രശ്നം ഇവിടെ ഒരുപാട് പേര് പ്രാർത്ഥനയ്ക്ക് വരാറുണ്ട്. ഹല്ലേലൂയ. വരുന്നവരെല്ലാം കഷ്ടതയിൽ കിടക്കുന്നവരാ. കടക്കടി കൊണ്ട് പെരയ്ക്കകത്തും ഇരിക്കുന്ന മുറി അടച്ച് അകത്തിരിക്കുന്ന പുറത്തിറങ്ങാൻ കഴിയുക, പുറത്തിറങ്ങിയ കടക്കാരെ പിടിക്കും. ഞാനിവിടെ പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകാൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം, ദൈവം അത്ഭുതമൊക്കെ ചെയ്യും. ഞാനത് കണ്ടിട്ടുണ്ട്. അങ്ങനെ വന്ന് പലരും വിടുതൽ പ്രാപിച്ച് സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്. കഴിഞ്ഞ രാത്രി കിടന്നുറങ്ങി എന്ന് പറയുന്ന എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉറക്കമില്ലാത്ത രാത്രിയാണോ നിനക്ക്? എന്നെ കേൾക്കുന്ന മാതാപിതാവേ, പലതിനെ കുറിച്ച് വിചാരപ്പെട്ട് മനം കലങ്ങി ഉറക്കമില്ലാത്ത രാത്രിയാണോ നിനക്ക്? കണ്ണുനീർ തൂക്കുന്ന രാത്രിയാണോ? നിന്റെ കിടക്കയെ, നിന്റെ തലയണെ കണ്ണുനീർ കൊണ്ട് നനയ്ക്കുന്ന രാമാണോ? ഹൃദയം തേങ്ങിയിരിക്കുന്ന അനുഭവമാണോ? ഹൃദയത്തിന്റെ നൊമ്പരങ്ങളാണോ? എങ്ങനെ ജീവിക്കും, എങ്ങനെ മുന്നോട്ട് പോകും, ഈ അവസ്ഥയിൽ എന്താണ് ചെയ്യുന്നത്, എന്താണ് ഈ കടക്കാരനോട് പറയുന്നത്? എല്ലാം തകർന്ന് ധരിപ്പണമായി ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങുമെന്ന് ഓർത്ത് നീ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? രക്തം ചെയ്യും. അതെ, നിന്റെ ഭാരത്തെ നീ ദൈവത്തിന് വെച്ചു കൊടുക്ക്. സങ്കീർത്തനം 55:20 പറയുന്ന, നിന്റെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക, നിന്റെ ഭാരം യഹോവയുടെ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാള് സമ്മതിക്കുകയില്ല. അതെ, മനോഹയ്ക്കും മക്കളില്ല. മനോഹയ്ക്കും ഭാര്യയ്ക്കും മക്കളില്ല. അവൾ ഒരുപാട് നിന്ദകൾ ഏൽക്കുന്നുണ്ട്, അപമാനങ്ങൾ ഏൽക്കുന്നുണ്ട്, നിന്ദകൾ ഏൽക്കുന്നുണ്ട്. ഹന്നയ്ക്ക് മക്കളില്ല. അവിടെ പ്രതിയോഗിയായി പെനീന മുഖാന്തരം ഒരുപാട് നിന്ദിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അവരുടെ കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട്. മനോഹയുടെയും ഭാര്യയുടെയും കണ്ണുനീര് കണ്ട് ദൈവ ശ്രേഷ്ഠമായി തന്ന് ജനനത്തിൽ വെച്ച് തന്നെ ഇസ്രായേലിന്റെ ന്യായാധിപനായി ഇസ്രായേൽ ജനത്തെ വിടിവെക്കുവാൻ വേണ്ടിയിട്ട് സകല ശക്തിയും കൊടുത്ത് അമ്മയുടെ ഗർഭത്തിൽ വെച്ച് നാസീരായി പ്രദസ്തനായി ദൈവം അല്ലെങ്കിൽ മനോഹയ്ക്കും ഭാര്യയ്ക്കും ഒരു മകനെ കൊടുത്തെങ്കിൽ അത് നിന്റെ കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നവനെ യേശു രക്തം ചെയ്യും. ശ്രോതാവ്, എന്നെ കേൾക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്റെ കഷ്ടതയുടെ നടുവിലേക്ക് ദൈവം ഇറങ്ങി വരുമെന്ന്. നീ ഏത് വിഷയമായിരുന്നാലും നീ യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുപോവാ. നിന്റെ ഏത് വിഷയമായിരുന്നാലും നീ യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് കൊണ്ട് ജീവനുള്ള ദൈവത്തിന്റെ മകനായി, മകളായി, ജീവനുള്ള ദൈവത്തിന്റെ ആലയമായി നീ ദൈവത്തിലേക്ക് മടങ്ങി വന്ന് നീ യേശുവിനോട് നീ കണ്ണുനീരോടെ പാറ, മുഴങ്ങാനും മടങ്ങി മുട്ടുമെന്ന് പറ, കർത്താവേ, എന്റെ സങ്കടങ്ങൾക്കൊരു അറുതി തരണമേ, എന്റെ പ്രശ്നങ്ങൾക്കൊരു അറുതി തരണമേ, ഞാൻ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ നീക്കി എന്നെ സന്തോഷത്തിലേക്ക് നടത്തണമെന്ന് പറയുമ്പോൾ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കുടുംബത്തിനകത്ത് 118 സങ്കീർത്തനം 15 വാക്യം പറയുന്ന പോലെ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്ന പോലെ അത് നിന്റെ ഭവനത്തിലും നിന്റെ ശരീരമാകുന്ന കൂടാരത്തിലും വചനത്തിന്റെ ശക്തി വെളിപ്പെടുക തന്നെ ചെയ്യും. രക്തം ചെയ്യും. പ്രൈസ്. വിശ്വാസമാണ് ഇവിടെ ആവശ്യം കേട്ടോ. രക്തം ചെയ്യും. അത് നിന്നെ തഴഞ്ഞു കളയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇവിടെ സ്തോത്രം, നമുക്കറിയാം, സ്തോത്രം 34 സങ്കീർത്തനം 10 വാക്യം വായിക്കുമ്പോഴുണ്ട്, ബാലസിംഹങ്ങളും ഇരകെട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ബാലസിംഹങ്ങളും ഇരകെട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർ നന്മയ്ക്കും കുറവില്ല. എന്ത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ ഇങ്ങനെ സിംഹ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കിട്ടാതെ വന്നാലും ദൈവമക്കൾക്ക് ആഹാരം കിട്ടാതെ വരികയില്ല. സിംഹ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കിട്ടാതെ വന്നേക്കാം, പക്ഷേ ദൈവമക്കൾക്ക് ഒരിക്കലും ആഹാരം കിട്ടാതെ വരത്തില്ല. ഹല്ലേലൂയ. നീതിമാൻ തുണയില്ലാതെ ഇരിക്കുന്നവൻ സന്തതി ആഹാരം ഇറക്കുന്നതും കണ്ടിട്ടില്ലെന്ന് സംഗീതക്കാരൻ പറയുന്നത് പോലെ നീ ദൈവത്തിൽ വിശ്വസിച്ച് കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ കുടുംബത്തിനകത്തെ അരാജകത്വത്തെ, ദാരിദ്ര്യത്തെ നീക്കി നിന്റെ കുടുംബത്തിനകത്ത് സമൃദ്ധിയുടെ അനുഭവത്തെ തരാൻ ദൈവത്തിന് കഴിയുമെന്ന് സാരാഫാത്തിലെ വിധവയുടെ കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവമുണ്ട്. അത് നിന്റെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ, നിന്റെ കഷ്ടങ്ങളെ മാറ്റുവാൻ, നിന്റെ നഷ്ടങ്ങളെ മാറ്റുവാൻ, നിന്റെ വേദനകളെ മാറ്റുവാൻ
നിറയ്ക്കുവാൻ, നിന്റെ ഭരണിയിൽ എണ്ണ തന്ന് നിറയ്ക്കുവാൻ, നിന്റെ കലത്തിൽ മാവ് തന്ന് നിറയ്ക്കുവാൻ, നിന്റെ കഷ്ടത മാറ്റുവാൻ, നിന്റെ സങ്കടങ്ങൾ മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് ചിലരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുന്നത് വ്യക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കാൻ കഴിയുമോ? ഞാൻ ഈ വചനമൊക്കെ വളരെ ശാന്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വചനം നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. നിന്റെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ ദൈവം ആഗ്രഹിക്കുക. ആമേ, മരിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയല്ലേ നീ? മരണം മതി, ജീവിക്കേണ്ടത് പറഞ്ഞിരിക്കുന്ന അവസ്ഥയല്ലേ? എന്തിനാണ് ജീവിക്കുന്നത്, എന്തിനാണ് ഇവിടെ ജനിച്ചതൊക്കെ ഓർത്ത് ആമെ തേങ്ങുന്ന സമയമല്ലേ? ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം പിടിയില്ലാതിരിക്കുന്ന അനുഭവമല്ലേ നിന്റെ? അത് ദൈവം നിന്നെ വിടുവിക്കാൻ പോവുകയാണ്. നിന്റെ അവസ്ഥകൾക്കെല്ലാം ദൈവം മാറ്റം തരാൻ പോകുക. നിന്റെ സാഹചര്യങ്ങളെല്ലാം ദൈവം മാറ്റാൻ പോവുകയാണ്. നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ യഹോവയായ ദൈവത്തിന് ആമേ കഴിയും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് യേശുവിനെ നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ കഴിയും. അത് നിന്റെ നിർജീവമായ അവസ്ഥയ്ക്ക് ദൈവം ജീവൻ തരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് ഹല്ലേലൂയ രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കും കാണുന്നുണ്ട്. ഹല്ലേലൂയ. ആമേ, വളരെ ദൈവഭക്തിയോടുകൂടി നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ മാത്രമേ ദൈവദൂതന്റെ പ്രത്യക്ഷത നിനക്ക് വെളിപ്പെടുത്തുള്ളൂ. നമ്മൾ ജീവിക്കും വളരെ ദൈവഭക്തിയോടും വിശുദ്ധിയോടും കൂടി ജീവിക്കുന്നെങ്കിൽ മാത്രമേ ദൈവം സമയാസമയങ്ങൾ തന്റെ ദൂതന്മാരെ അയച്ച് ദൈവം നമുക്ക് സന്ദേശങ്ങൾ വെളിപ്പെടുത്തുള്ളൂ. അതുകൊണ്ടാണ് സ്തോത്രം. ഹല്ലേലൂയ. ആമേ, സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം നമ്മൾ വായിച്ച് 13-7 എന്താണ് വായിച്ചത്? ഹല്ലേലൂയ, സ്തോത്രം. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ആകിയാൽ നീ വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. ബാലൻ ഗർഭം മുതൽ തന്റെ ജീവപര്യന്തം ദൈവത്തിന് നാശിയായിരിക്കും. മക്കളെ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീഞ്ഞും മദ്യം കുടിക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, അശുദ്ധമായതൊന്നും ചെയ്യാൻ പാടില്ല. ദൈവത്തിനെയും മാതാപിതാക്കൾ നാശിരായി വിശുദ്ധരായിരിക്കണമെന്ന്, വ്രതസ്ഥരായിരിക്കണമെന്ന്. അങ്ങനെ ജനിക്കുന്ന ഒരു കുട്ടികളെ ദൈവത്തിൽ വളരുന്നത് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഒരിക്കലും ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചു, ഒരു സഹോദരൻ ഒരു സഭയില് വന്ന് സാക്ഷ്യം പറയുക. ആ സഹോദരൻ പറഞ്ഞു, ഞാൻ യേശുവിനെ അറിയുന്നതിന് മുമ്പ്, കർത്താവിനെ ഞാൻ കണ്ടുമുട്ടുന്നതിന് മുമ്പ്, കർത്താവ് യേശുവിൽ വീണ്ടും എന്നെ പ്രാപിക്കുന്നതിന് മുമ്പ് ഞാൻ വളരെ മദ്യപാനിയായിരുന്നു, വളരെ ലഹരിക്ക് അടിമപ്പെട്ടിരുന്നു, വളരെ ലഹരികളൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്നു. അല്ലെങ്കിൽ ഈ അസഭ്യ വാക്കുകൾ ഞാൻ നിരന്തരം വിളിച്ചു പറയും. വീട്ടിൽ കലഹമുണ്ടാക്കുമായിരുന്നു, ഭാര്യയെ അടിക്കുമായിരുന്നു, ഭാര്യയെ ചീത്ത പറയുമായിരുന്നു. ആമീ, ഭവനത്തിനകത്ത് മദ്യം കൊണ്ടുവച്ച് ഞാനും ഭാര്യയും കൂടെ കുടിക്കുമായിരുന്നു. ഞങ്ങളെല്ലാം അങ്ങനെ വലിയ ജീവിച്ചവരാണ്. പലവിധമായ മോഹങ്ങൾ, സിനിമയും എന്ന് വേണ്ട സകല വെറുക്കൂത്തുകളും സകല ദുഷിച്ച ഗുണങ്ങളും എനിക്ക് ഉണ്ടായിരുന്നു എന്ന് സഹോദരൻ പറഞ്ഞ് ആ സമയത്ത് എൻ്റെ ഭാര്യയ്ക്കൊരു മകൻ ജനിച്ചു. ഈ മനുഷ്യൻ സകല ദുർഗുണങ്ങളും സകല അശുദ്ധിയുമായിട്ട് നടക്കുമ്പോൾ മദ്യപിച്ച് വെളിവില്ലാതെ ബോധം കെട്ട് ആമി വീട്ടിലും നാട്ടിലും എല്ലാം ശാപമായി നടക്കുമ്പോൾ അവന്റെ ഭാര്യയ്ക്കൊരു കുട്ടി ഉണ്ടാകുന്നു. ആ ഭാര്യയുടെ ഉള്ളിൽ കുട്ടി ജന്മം കൊള്ളുന്നു. ആ കുഞ്ഞിനെ ആ സഹോദരി അല്ലെങ്കിൽ ആ തന്റെ ഉദരത്തിൽ വഹിച്ചത് ആ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞ് ആ കുഞ്ഞ് വളരാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? ഇവരെങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആ കൊച്ചിന് സ്വഭാവമായി മാറി. അപ്പൊ ആ കൊച്ചൻ കണ്ടുപിടിക്കാൻ തുടങ്ങി, പുകവലിക്കാൻ, ലഹരി വയ്ക്കാൻ തുടങ്ങി, അവന് ചീത്ത തുടങ്ങി, തെരു പറഞ്ഞ് അമ്മയെ തല്ലാൻ തുടങ്ങി, അപ്പയെ തല്ലാൻ തുടങ്ങി, നാട്ടുകാരെ ചീത്ത വിളിക്കാൻ തുടങ്ങി, നിയമത്തിന് വിഷയമായി. അവനൊക്കെ അല്ലെങ്കിൽ സകല ആമയെ അശുദ്ധമായ മാർഗത്തിലേക്കും ഇവന്റെ മക്കൾ പോയി. കാരണം കള്ളുകൂടിയനായിരിക്കുന്ന അല്ലെങ്കിൽ കള്ളുകുടിച്ച് സുബോധം നഷ്ടപ്പെട്ട് ഭാര്യയുടെ കൂടെ ജീവിച്ച് അവർക്കൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടി വളരുമ്പോൾ അങ്ങനെ ആയിപ്പോവും. എന്നിട്ട് അയൽവീട്ടിലെ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എന്റെ കുട്ടി പിഴച്ചത് നിന്റെ വീട്ടിലെ കുട്ടി കാരണമാണ്, എന്റെ മോൻ പിഴച്ചത് എന്റെ മോള് പിഴച്ചത് നിന്റെ കുട്ടി മുഖാന്തരമാണെന്ന് മറ്റുള്ള പഴിയാര. നിന്റെ ജീവിതമാണ് നിന്റെ കുട്ടിക്ക് നാശമെന്ന് നീ മനസ്സിലാക്കുക. നിന്റെ കുട്ടിക്ക് നീ ജന്മം കൊടുക്കുമ്പോൾ ജന്മം കൊടുക്കുന്ന സമയം തൊട്ട് നീയും ഭാര്യയും നാശ്രിതം പരിശുദ്ധമായി ജീവിക്കണം. നിന്റെ ഭാര്യയുടെ ഉദരത്തിൽ വരുന്ന കുട്ടി നല്ലത് കേട്ട് വളരണം. ആ സവൻ പിന്നെ ഒരു സാക്ഷ്യം പറഞ്ഞു, ഞാൻ യേശുവിനെ അറിയുന്നപ്പോഴൊക്കെ സംഭവം. ഞാൻ യേശുവിനെ അറിഞ്ഞതിന് ശേഷം കർത്താവിനെ രക്ഷിതാവ് പിതാവായി സ്വീകരിച്ച് ഞാൻ എൻ്റെ ഭാര്യയെ കർത്താവിനെ സമർപ്പിക്കപ്പെട്ട് ഞങ്ങൾ ആരാധനാലയത്തിൽ പോകാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവത്തിന്റെ സ്തുതിസ്തോത്രങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങി, ഞങ്ങൾ നാവുകൊണ്ട് പറയാൻ തുടങ്ങി, വചനം വായിക്കാൻ തുടങ്ങി, ഞങ്ങളുടെ ഭവനത്തിനകത്ത് സന്ധ്യാപ്രാർത്ഥന തുടങ്ങി, പ്രഭാത പ്രാർത്ഥന തുടങ്ങി. സമയം കിട്ടുമ്പോഴും ഞങ്ങൾ കരങ്ങൾ കോർത്തിന്ന് പ്രാർത്ഥിക്കും, മുട്ടുമിന്ന് പ്രാർത്ഥിക്കും, ദൈവത്തിനെ ഞങ്ങൾ സന്തോഷിക്കും. അങ്ങനെയുള്ള സമയത്ത് ഞങ്ങൾക്ക് വീണ്ടും ഒരു കുഞ്ഞിനെ കൂടെ ദൈവം തന്നു. ഹല്ലേലൂയ. ആ കുഞ്ഞും വളർന്നു. ആ കുഞ്ഞ് വളരാൻ തുടങ്ങിയപ്പോൾ ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ വളരെ ദൈവം കാണാൻ തുടങ്ങി. അവന് വേദപുസ്തകത്തോടും ദൈവത്തോടും ദൈവജനത്തോടും വളരെ താല്പര്യം തോന്നി. ആരാധനാലയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കേൾക്കുന്നവർ ശ്രദ്ധയോടെ കേട്ട് അവന് കൈയടിക്കുവാനും പാടുവാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. സന്ധ്യാസമയമാകുമ്പോൾ അവനറിയാം പ്രാർത്ഥന സമയം. അപ്പോൾ അവന്റെ അമ്മയുടെ കൈക്ക് പിടിച്ച് വേദപുസ്തകം എടുത്ത് പാൻവിരിച്ചിരിക്കും. അവനും ഞങ്ങളോട് വന്നിരിക്കും. ഞങ്ങൾ പറയുന്നവർ ശ്രദ്ധയോടെ കേൾക്കും. അവൻ അറിയാവുന്ന രീതിയിൽ പാട്ട് പാടാൻ തുടങ്ങി. അങ്ങനെ അവൻ വളരുവാൻ തുടങ്ങി. അവൻ വളർന്നപ്പോൾ എന്ത് ചെയ്തു?
ചെയ്തു. ദൈവത്തിന് പ്രയോജനമുള്ള ലോകത്തിനല്ല, ദൈവത്തിന് പ്രയോജനമുള്ള നല്ലൊരു ആത്മീയ പൈതലായി ഞങ്ങളുടെ കുഞ്ഞ് വളർന്നു വന്ന ഈ സഹോദരൻ പിന്നത്തെ സാക്ഷ്യം പറഞ്ഞു. അതേ പ്രിയ സഹോദരി, നിന്റെ കുഞ്ഞിനെ നന്നായി വളർത്തണമെങ്കിൽ നിനക്കൊരു കുഞ്ഞിനെ ദൈവം തരുമ്പോൾ കുഞ്ഞിനെ കിട്ടി ഭാര്യ ഗർഭിണിയായെന്ന് കേൾക്കുമ്പോൾ മദ്യഷാപ്പിലേക്ക് നീ ഓടരുത്. ചിലരൊക്കെ എങ്ങനെയാ കുട്ടികളില്ലാതെ ഭാരപ്പെട്ട് പലവിധമായി വഴികളൊക്കെ പല പ്രാർത്ഥന നേർച്ചകളൊക്കെ നടത്തി ദൈവത്തോട് പ്രാർത്ഥിച്ച് അങ്ങനെ ഇരിക്കും. അവർ കുട്ടിയെ കിട്ടിയെന്ന സന്തോഷം കേൾക്കുമ്പോൾ തന്നെ ഭാര്യ പ്രകടനം കേൾക്കുമ്പോൾ തന്നെ ഭർത്താവ് മദ്യഷാപ്പിലേക്ക് ഓടും. അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കിട്ടിയതിന് പേര് കണ്ടുപിടിക്കാൻ തുടങ്ങും. പിന്നെ ആ കുഞ്ഞ് വളർന്ന് ഉദരത്തിൽ വളർന്ന കുഞ്ഞ് ജനിച്ച് പിന്നെ ആ കുഞ്ഞിന്റെ ജനനം മുഴുവൻ അതിനുള്ള സന്തോഷം മദ്യപാനമായിരിക്കും. അങ്ങനല്ല, ദൈവം തരുന്ന ആത്മീയ തലമുറ. നീ ദൈവത്തിന് ആത്മീയ തലമുറയ്ക്ക് മനോഹയുടെ ഭാര്യയ്ക്കും ദൈവം കൊടുത്ത ശിംശോൻ അവൻ ജീവപര്യൻ നാസീരായിരിക്കണമെന്ന് ദൈവം കൽപ്പന കൊടുത്തെങ്കിൽ മനോഹയുടെ ഭാര്യയും ദൈവവചനം അനുസരിച്ചവരാണ്. നീ ദൈവത്തിന് വചനം അനുസരിക്കണം കേട്ടോ. രക്തം ചെയ്യും, വചനം അനുസരിക്കണം. ചില വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ദൈവമക്കൾ വീട്ടിൽ പോലും ചെന്ന് കഴിഞ്ഞാൽ പറയുന്ന അസഭ്യ വാക്കുകൾ, മാതാപിതാക്കളും മക്കളും ഒക്കെ ഒന്നിച്ചിരിക്കുന്ന സ്ഥാനത്ത് പറയുന്ന അസഭ്യ വാക്കുകൾ, അശ്ലീല വാക്കുകൾ കേട്ടോ നമ്മൾ ചെവി പൊത്തിപ്പോകുന്ന അങ്ങനെയുള്ള ചില വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ വൈഫും കൂടെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വൈഫ് പറഞ്ഞ സമയത്ത് നമുക്ക് വീട്ടിൽ ഇരുന്നാൽ നമ്മുടെ കൂടെ സമാധാനം നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് ഞങ്ങൾ തടി തപ്പി വീടുകളൊക്കെ ഉണ്ട്. എന്ത് പറഞ്ഞാൽ അശുദ്ധമായ വാക്കുകൾ ഉച്ചരിക്കുന്ന അനവധി ഭവനങ്ങൾ. മാതാവിന് മക്കളോട് സംസാരിക്കാൻ അറിയില്ല, മക്കൾക്ക് മാതാവിന് സംസാരിക്കാൻ, ഭാര്യ ഭർത്താവ് സംസാരിക്കുക എന്തെന്ന് അറിയാതെ അവിഹിതമായ അശുദ്ധമായ അശ്ലീലമായ വാക്കുകൾ പറഞ്ഞ് പൊട്ടച്ചൊല്ലും കളിവാക്കും ചീത്തത്തരമൊക്കെ പറഞ്ഞിരിക്കുന്ന അനവധി കുടുംബങ്ങളുണ്ട്. അവരുടെ മക്കളും അങ്ങനെ തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നീ വിശുദ്ധമായി ജീവിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഈ സഹോദരൻ പറഞ്ഞു, ഞാൻ ആത്മീയമായി യേശുവിനെ അറിഞ്ഞ ശേഷം ഉണ്ടായ കുഞ്ഞ് അവൻ വളർന്നു. ഹല്ലേലൂയ. അവന് വളരെ മനതൃപ്തിയും അനുഗ്രഹമായ സന്തോഷവും. ഇപ്പോഴവൻ ഹല്ലേലൂയ ഒരു കളക്ടറായി ജോലി ചെയ്യുന്ന ആ കുട്ടി വളർന്നു, പഠിച്ച് നല്ല ഉന്നത വിജയം, അവനൊരു കളക്ടറായി മാറി. അവനെ ദൈവം മാനിച്ചപ്പോൾ തന്നെ അവൻ വലിയ ആത്മീയനായി. അതെ, നീ ദൈവത്തോട് ചേർന്നിരിക്കുന്നു. നിന്റെ മക്കൾ കള്ളു കുടിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ മക്കൾ വേശ്യാലയത്തിൽ പോകുന്നുണ്ടെങ്കിൽ, നിന്റെ മക്കൾ അശുദ്ധമായ സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ, നിന്റെ മക്കൾ ചീട്ട് കളിക്കാൻ പോകുന്ന ചൂതാട്ടത്തിന് പോകുന്നുണ്ടെങ്കിൽ, വഴിയിൽ തല്ലുകുളിയായി കിടക്കുന്നെങ്കിൽ, മദ്യവെച്ച് ഓടയിൽ കിടക്കുന്നുണ്ടെങ്കിൽ, മദ്യഷാപ്പിന് മുമ്പിൽ പോയി നിൽക്കുന്ന ബീവറേജിൽ പോയി നിൽക്കുന്ന ബാറിൽ അറുകൂട്ടുന്നുണ്ടെങ്കിൽ, നിന്റെ മക്കൾ അശുദ്ധമായ ജീവിത സാഹചര്യങ്ങളിൽ ഏതെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, നിന്റെ കയ്യിലിരിപ്പുണ്ടാകും നിന്റെ മക്കൾ അങ്ങനെ ആയത്. ഹല്ലേലൂയ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ മാതാപിതാക്കൾ ഭയങ്കര മദ്യപാനികളായിരുന്നു, വളരെ പ്രശ്നക്കാരായിരുന്നു. ഞങ്ങളത് കണ്ടാൽ വളർന്നു. ഞങ്ങൾ അന്ന് തൊട്ട് പറ്റി ഞങ്ങളും ജനിച്ചപ്പോൾ അങ്ങനെ തന്നെയായി. ഞങ്ങൾക്ക് യേശുവിനെ അറിഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറയുന്നത് കേട്ടോ. യേശുവിനെ അറിഞ്ഞിട്ടായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ പണ്ടേ മണ്ണായി നരകത്തിന് പോയേനെ. പക്ഷെ കർത്താവിനെ അറിഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നു. കർത്താവിനെ അറിഞ്ഞ തൊട്ട് മനോഹയുടെ ഭാര്യ നാസീരായിരിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ മദ്യം തൊടത്തില്ല, ലഹരി ഉപയോഗിക്കത്തില്ല, യാതൊരു ദുശ്ശീലങ്ങൾക്കും ഞങ്ങൾ പോകത്തില്ല. ലോകത്തിലെ സുഖലുള്ള ജീവിതം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ആത്മീയ ജീവിതം മതി. ഞങ്ങളുടെ കർത്താവിനോട് ചേർന്നിരിക്കുന്ന അതാണ് ഞങ്ങളുടെ ജീവിത വിജയം കേട്ടോ. ഇന്ന് പകൽ ജീവിതത്തിൽ പരാജയപ്പെട്ട് കിടക്കുന്ന ശ്രോതാക്കളോട് ദൈവത്തിന്റെ ആത്മാവോട് മടങ്ങി വരാനാ. അതെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. അതെ, മനോഹയെ പോലെ ഒരു ഭാര്യയെ പോലെ ദൈവസനെ ചേർന്നിരിക്കുക. ദൈവം അനുഗ്രഹിക്കപ്പെട്ട തലമുറ ഇതിന്റെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വരയ്ക്ക് പിതാവി അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ഈ വചനം കേട്ടുകൊണ്ടിരുന്ന കേരളത്തിൽ ഭാരതത്തിൽ ലോക രാജ്യം 200 കോടിയിലഞ്ചാം തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ, രാജാക്കന്മാർ, രാജ്ഞന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാളമേധ, ഗോത്രങ്ങൾ, ദ്വീപുകളെ ആദിവാസി ട്രൈബൽ മേഖലയായിരിക്കുന്ന ജനത്തിനായി ശൈശൂദ്യം, മാലിന്യം, കൗമാരി, യൗവനത്തിൽ, വാർത്തയിൽ, ജ്ഞാനപുരത്തിൽ, അശമ, യാഞ്ച്, റോഫൺ, ചോട്ടിൽ, തടവറയിലായിരിക്കുന്ന കരസേന, യോപൻ, സ്ഥാപിസനത്തികാർക്കും സഹനമേലും പുതുമേൽ ആരോഗ്യമേൽ വിദ്യ സാമ്പത്തിക മേഖലയിൽ, ബാങ്ക് മേഖലയിൽ, സൈന്റിസ്റ്റ്, എഞ്ചിനീയർമാർ, കർത്താവ് സോദരയുടെ പോലീസ് വിശേഷ വ്യക്തി ജുഡീഷ്യൽ വിഭാഗങ്ങൾ, കടലോര വാസികൾ, തീരവിശ്വാസം, മത്സ്യ ആഴക്കടൽ കടന്നു വരും, കനികളും കമ്പനി ഭക്തി ജോലി, പാടത്തും പറമ്പിലും കൂടിയിൽ കല്ലോട് മണിയോട് തനിയോട് മല്ലടിക്കുന്ന എല്ലാ ടാക്സിയുടെ ഡ്രൈവേഴ്സ്, എല്ലാ ഹെവി വാഹനം ഓടിക്കുന്ന ഈ വാഹനങ്ങൾ സെൻസ് ചെയ്യുന്നവർ, കർത്താവ് വരുന്ന ചെയ്ത് വലിയ വ്യാപാരി, വ്യവസായികൾ, വഴിയോര കച്ചവടക്കാരെ, കനികൾ കമ്പനി ഫാക്ടറി ചെയ്യുന്ന ക്ഷീരമേലും കാർഷികമേലും ജോലി ചെയ്യുന്നവർ,
കർത്താവ് വിവിധമായി മേഖലയിരിക്കുന്ന എല്ലാ ജനത്തെ ഞങ്ങൾ ഓർത്ത് ടെൻഷനിലേക്ക് വെക്കാനും ഓട്ടോറിനകത്തായിരിക്കുന്നവർക്കായി വിദേശരാജ്യം കഷ്ടം സഹിക്കുന്ന പരിസഹിക്കുന്ന വേദന കിടന്ന് മഴയാടി കഷ്ടം സഹിക്കുന്ന വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ജോലി നഷ്ടപ്പെട്ട് ഒരു സാലറി മുടങ്ങി കിടക്കുന്ന നാട്ടിൽ കിടന്നവർ ഭാരപ്പെട്ട് ജയിലിൽ കിടക്കുന്നവർ ദേശത്തിൽ പീഡനെ പഠിക്കാൻ കുഞ്ഞുങ്ങൾ തലമുറകളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിന് മയക്കും ലഹരിക്കും അടിപ്പെട്ട് കിടക്കുന്ന തീവ്രവാദ ഭീകരം വർഗീയ ദ്രവപ്പെട്ട് കിടക്കുന്ന സകല ജനങ്ങൾ മടങ്ങി വന്ന് ദൈവത്തിന്റെ രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ, കടമാറ്റി വിടുവിക്കണമേ, തലമുറയെ കൊടുക്കണം. പാരമ്പര്യമായ ശാപങ്ങൾ പാപങ്ങൾ രോഗം മാറി ജനം സമാധാനത്തിലേക്ക് മടങ്ങി വരുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കഷ്ടതയുടെ തിരിച്ചുള്ള കടന്നു പോകുന്ന അനവധി ജീവിതങ്ങളിൽ ദൈവാത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. മരണാസനമായ രോഗങ്ങൾ സ്കാവിനെ പോലെ മരിക്കത്തക്ക രോഗത്തിൽ ആരെങ്കിലും അവർക്ക് സൗഖ്യം കൊടുക്കണമേ. ഏത് വിഷയത്തിന് ഭാരപ്പെടുന്നു അതിന്റെ നടുവിൽ ആ ശൂന്യതയുടെ നടുവിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്തരായി. ഇന്ന് ചില കുടുംബങ്ങളിൽ ദൈവത്തിന്റെ നീതിയുടെ കരം വെളിപ്പെടുവാൻ യേശു കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകലമഹത്വം എടുക്കണം. കർത്താവിനെ വേറെ സ്നേഹിച്ച് കേരളത്തിൽ രാജ്യം കടന്നു എന്റെ ദൈവമക്കൾ ദൈവദാസദാസന്മാരെ ഇന്ന് പകൽ കർത്താവിയുടെ കേരളത്തിൽ ഭാരത ഭൂമിയുടെ 7 വൻകരകളും വ്യത്യസ്ത സമയത്ത് എല്ലാ ആരാധന കൂട്ടായ്മയെ ദൈവം അനുഗ്രഹിക്കണ്ടായി പ്രാർത്ഥി. ദൈവിക ദൂതന്മാരുടെ സംരക്ഷണം കാവൽ കൂട്ടിയിരിക്കണം. സകലമഹത്വം എടുത്താൽ യേശു കർത്താവിന്റെ വിടിയേറും നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ.